ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ കമൻറ്റ് ചെയ്യുമ്പോൾ, ലൈക്ക് ചെയ്യുമ്പോൾ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിങ് ചെയ്യണം വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞ മാതിരി സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്ലീസ് ചാറ്റ് ചെയ്യാം, ചാറ്റ് മെസ്സേജസ് അയയ്ക്കുക. എന്നുവെച്ചാൽ ഞാൻ കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. ചാറ്റ് അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യണം. എൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്, അതിവിടെ ഞാൻ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് അവിടെ കിട്ടും. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ലീബ്ര. ആൻഡ് എന്താണ് മെസ്സേജസ് പറയണത് നിങ്ങൾക്ക്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ മെസ്സേജ് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ ഇപ്പോഴത്തെ 7 ഓഫ് വോൺസ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ നൈറ്റ് ഓഫ് വോൺസ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ പേജ് ഓഫ് സ്വോർഡ്സ്. ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് ഹെർമിറ്റ്. ഈ പേഴ്സൺ എടുക്കണ ആക്ഷൻ ഫ്യൂച്ചറിൽ 10 ഓഫ് വോൺസ്. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൽ ഈ കാർഡ്. അപ്പോൾ ലീബ്ര, ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 7 ഓഫ് പെൻറ്റക്കിൾസ് ഒരു വെയിറ്റ് ചെയ്യണ എനർജിയാണ്. ഒരു പേഴ്സൺ എന്തോ ഒരു റിവാർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു, അതല്ല ഒരു ഔട്ട്കമ്മിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. നിങ്ങൾ എഫേർട്ട് ഇട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ മേ ബി ഈ പേഴ്സണെ മുമ്പ് തന്നെ അറിയായിരുന്നു, പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്തോ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു സീരിയസ് ഓഫർ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും നിങ്ങളുടെ. ആൻഡ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ജനറലി നിങ്ങൾക്ക് ലൈഫിൽ സെറ്റിൽ ഡൗൺ ആവണം, അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഒരു പെർഫെക്റ്റ് പേഴ്സൺ, ഒരു റൈറ്റ് പേഴ്സൺ, ഒരു സോൾമേറ്റ്, ആ സോൾമേറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണത്. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഇംബാലൻസ് ആണ് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സൻ്റെ കോളിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഞാനൊരു സെപ്പറേഷൻ കാണുന്നുണ്ട് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക്. ഈ പേഴ്സൺ കുറേ ഒരു ബിസി പേഴ്സൺ ആയിരിക്കാം. അവർക്ക് അവരുടെ കരിയർ ആയിരിക്കാം കൂടുതൽ ഒരു പ്രയോറിറ്റി ഈ സമയത്ത്. അതല്ല വെച്ചാൽ നിങ്ങൾ എഫേർട്ട് ഇട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് ഇതുവരെ അവരൊന്നും പറഞ്ഞിട്ടില്ല, തുറന്നു പറഞ്ഞില്ല അവരുടെ ഫീലിങ്സോ അവരുടെ പ്ലാൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒന്നും അവർ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തോ നിങ്ങൾ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ഒരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ട്, പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഓപ്പൺ ആയി റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ വേണം, അത് ഈ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ
എങ്ങനെയാണ് മുമ്പോട്ട് പോവുക, അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായാൽ നിങ്ങൾക്ക് അറിയും അത് ഈ പേഴ്സൺ നിങ്ങളെ കുറച്ച് സീരിയസ് ആണെന്ന്. പക്ഷെ ഇപ്പോൾ ഇതുവരെ ഈ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഒരു നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു ഫ്യൂച്ചർ പ്ലാനോ അങ്ങനെ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ നൈറ്റ് ഓഫ് കപ്സ് ഒരു സീരിയസ് കമ്മിറ്റഡ് ടൈപ്പ് ഓഫ് എനർജി അല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ? 5 swords. അപ്പോൾ ഈ പേഴ്സന്റെ ലൈഫിൽ മുമ്പേയും കുറേ ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതല്ലാണ്ട് അവരുടെ ലൈഫിൽ വേറെ ആൾക്കാർ കുറേ അവരുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യണ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇത് അവരുടെ ഫാമിലി ആയിരിക്കാം, അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് പേടിയാണ്, അത് ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്താൽ അവർ ചിലപ്പോൾ ആദ്യം ഈ റിലേഷൻഷിപ്പിനെ തകർക്കുമെന്ന്. അപ്പോൾ ആ പേടി കൊണ്ടായിരിക്കും അവർ നിങ്ങളോടൊന്നും കമ്മിറ്റ് ചെയ്യാത്തത്. അതല്ല വെച്ചാൽ അവരുടെ ഫാമിലി ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ ആയിരിക്കില്ല, ആ പേടിയായിരിക്കാം അവർക്ക്. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ കമ്മിറ്റ് ചെയ്യാത്ത കാരണം ഇതാണ്, ഈ റിലേഷൻഷിപ്പിൽ ചാലഞ്ചസ് ഉണ്ട്. ഓക്കെ, ബ്ലോക്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഇതാണ് കറന്റ് സിറ്റുവേഷൻ. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു ചാലഞ്ച് ഉണ്ട്. നിങ്ങൾ ആ ചാലഞ്ചിനെ ഹാൻഡിൽ ചെയ്യാനാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ചാലഞ്ച് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അതല്ല വെച്ചാൽ ജോലിയുടെ പ്രശ്നങ്ങളായിരിക്കാം, പൈസയുടെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ ചാലഞ്ചിനെ നിങ്ങൾ എങ്ങനെയൊക്കെയോ അതൊരു ബാലൻസിൽ കൊണ്ടുവരാൻ നോക്കണു നിങ്ങൾ രണ്ടാളുടെ സൈഡിൽ നിന്ന്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഡീപ്പ് ഫീലിങ്സ് ആണ്. നിങ്ങൾ ഈ പേഴ്സണിൻ്റെ കൂടെ കുറേ ഇമോഷണലായി കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ ഈ പേഴ്സണിൻ്റെ കൂടെ. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്. ക്വീൻ ഓഫ് കപ്സ് ആണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണമെന്നുണ്ട്. 3 of Pentacles. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ വിഡ്രോ ചെയ്തിരിക്കണു. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ട് എത്രയാ നിങ്ങൾ ഇങ്ങനെ ഈ പേഴ്സണിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു ഫ്യൂച്ചർ വേണം. അപ്പോൾ ആ കാര്യം ഇവിടെ ഇല്ല ഇതുവരെ. ഈ പേഴ്സണിന് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം, അവർക്ക് ഈ സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേണം. അവരുടെ പ്ലാൻ അതാണ്. അത് നിങ്ങൾക്ക് അവർ ഒരു മാരേജ് പ്രപ്പോസൽ ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഇവിടെ ഒരു ഓഫർ തരാൻ പോകുന്നുണ്ട്. അവർ റെഡിയാണ് ഈ റിലേഷൻഷിപ്പിനെ ഒരു പുതിയ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ വേറെ ഒരു സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക, ട്രാവൽ ചെയ്യേണ്ടി വരും നിങ്ങളുടെ അടുത്ത്. അങ്ങനത്തെ ഒരു പ്രശ്നമായിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. നിങ്ങളുടെ അടുത്ത് വന്ന് അവർ കാര്യങ്ങൾ തുറന്ന് പറയും. അതല്ലച്ച ഞാൻ പറഞ്ഞ മാതിരി അവരുടെ ഫാമിലി സപ്പോർട്ടീവ് അല്ലച്ച, അവർ ആ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ടാണ്, ആ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് വേണം നിങ്ങളുടെ അടുത്ത് വരാം. അങ്ങനത്തെ ഒരു പ്ലാൻ ആയിരിക്കാം ഇവിടെ. നിങ്ങളുടെ ഇന്റൻഷൻ നൈറ്റ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിൻ്റെ അടുത്തിന് എന്തെങ്കിലും ഒരു ക്ലിയറായി ഡിസിഷൻ വരില്ല വെച്ചാൽ നിങ്ങൾ വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് നിങ്ങളുടെ ഇന്റൻഷൻ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി വേണം എന്നില്ല, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വേണം നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഈ നൈറ്റ് ഓഫ് വോൺസ് എന്താണ്? 10 of Pentacles. നിങ്ങൾ ഈ പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റ് തരില്ല വെച്ചാൽ നിങ്ങൾ പിന്നെ ഒരു ഡ്രാസ്റ്റിക് ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ആ ഡിസിഷനിൽ നിങ്ങൾ ചിലപ്പോൾ വേറെ ആൾക്കാരെ മീറ്റ് ചെയ്യും കല്യാണത്തിന് വേണ്ടിയിട്ട്. ഈ പേഴ്സൺ മാത്രമായിരിക്കില്ല, വേറെ ആൾക്കാരും പിന്നെ പിക്ചറിൽ വരും. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ പേജ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോഴും അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവർ കുറച്ച് സൂക്ഷിച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞ, അങ്ങനെ ഒരു ധൃതി ഒന്നുമില്ല ഇവരുടെ സൈഡിൽ. അവർ കുറേ കാര്യങ്ങൾ ആക്ച്വലി തുറന്ന് പറയണമില്ല, കുറേ കാര്യങ്ങൾ അവർ സീക്രട്ട് ആയിട്ടാണ് വെക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഫുൾ പിക്ചർ ഇല്ല, ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താ നടക്കണമെന്ന് പോലും നിങ്ങൾക്ക് ഐഡിയ ഇല്ല. ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു ഇമോഷണൽ ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല, കുറേ പ്രാക്ടിക്കൽ
പ്രാക്ടിക്കലി ചിന്തിക്കുന്ന പേഴ്സൺ ആണ്. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ പ്ലാൻസും അറിയില്ല, അതൊക്കെ ഇവർ ശരിക്കും ഓപ്പൺ അപ്പ് ആയിട്ടില്ല. അവരുടെ ഫീലിങ്സ് എന്താണ് കൂടിയും അവർക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഫീലിങ്സ് എന്താണെന്നും കൂടിയും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഹെർമിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഐസൊലേറ്റ് ആവണു. ഈ പേഴ്സൺ ഇപ്പോൾ വേഗം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ തന്നില്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ കാണില്ല. അതുകൊണ്ട് നിങ്ങൾ പിന്നെ കുറച്ചൊരു സ്റ്റെപ്പ് ബാക്ക് എടുക്കും. ഈ പേഴ്സൻ്റെ എനർജിയിൽ ആക്ഷനിൽ 10 of Wands ആണ്. ഇവരുടെ എന്താ പ്രശ്നമല്ല വെച്ചാൽ അതൊക്കെ ഇപ്പോൾ തീരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അവർ അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനാണ് നോക്കണത്. അവർക്കറിയാം നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, പേജ് ഓഫ് വാൻസ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. ഈ പേഴ്സൻ്റെ സൈഡിൽ 10 of Wands ഉണ്ട്, ക്വീൻ ഓഫ് സോർഡ്സ് ഉണ്ട്, 3 of Cups ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല വെച്ചാൽ നിങ്ങൾ വേറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവർ ആക്ഷൻ എടുക്കണത് അവർ നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്ന ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും ഇവിടെ. അവരുടെ ചില കേസസിൽ ഇവരുടെ വേറെ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ അത് മേ ബി ഒരു സെപ്പറേഷൻ ആയിരുന്നു, ഡിവോഴ്സ് ആയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കും അവർ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാത്തത്. അത് അവർ ഫൈനൽ ആക്കിയിട്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെയും ഒരു സിറ്റുവേഷൻ ആവാം. എന്തായാലും ഇവിടെ ഫൈനൽ ഔട്ട്കം 6 of Wands ആണ്. ഈ സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി റീകൺസിലിയേഷനിലേക്ക് പോകുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഇവരൊരു ഓഫർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇത് വെരി സൂൺ പറഞ്ഞാൽ ഇത് വേഗം ഉണ്ടാവാൻ പോകുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പേഴ്സൺ എല്ലാം കാര്യങ്ങൾ സെറ്റിൽ ആക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഈ ഓഫർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പക്ഷേ 5 of Pentacles നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ഓൾറെഡി കുറെ ഡിസ്റ്റർബ്ഡ് ആണ്. എന്നുവെച്ചാൽ നിങ്ങൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കണില്ല. നിങ്ങൾക്ക് അറിയില്ല ഇവരെന്താ ചെയ്യണേ, നിങ്ങൾക്ക് അറിയില്ല എന്താ ഇവരുടെ ഫീലിങ്സ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറെ കൺഫ്യൂസ്ഡ് ആണ്, കുറേയൊക്കെ നിങ്ങൾ ഐസൊലേറ്റഡ് ആണ്, കുറേ റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യണു. പക്ഷെ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും മനസ്സിലുള്ള മെസ്സേജ്? ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ്. I wish I had treated you better. I am not available. I will wait for a sign from you. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ലീബ്ര. ഇവിടെ സൈൻ സ്കോർപിയോ ഉണ്ട്, ടോറസ് ഉണ്ട്, ക്യാൻസർ, പൈസീസ് ഉണ്ട്, അക്വേരിയസ് ഉണ്ട്. ഓക്കെ, അക്വേരിയസ്, ജെമിനായി ഉണ്ട്, വെർഗോ ഉണ്ട്. അപ്പോൾ ഇതാണ് സൈൻസ് ഇവിടെ കാണുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവാൻ താല്പര്യം ഉണ്ട് വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ.